പിന്നെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ മറ്റുള്ള ആളുകളോടൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം ഇത് നമുക്കും നമ്മുടെ ഭാവി തലമുറക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഈ പോക്ക് നമ്മുടെ പിതാക്കന്മാരെ നഷ്ടപ്പെടുത്തിയ പോലെ നമ്മുടെ കാലം നമ്മളും കൂടി കഴിച്ചുകൂടാ എന്നുള്ളതുകൊണ്ട് പൊരുതുകയാണെന്നുണ്ടെങ്കിൽ പൊരുതി നേടുക എന്നുള്ളത് തന്നെ തീരുമാനം. മലയാളികളുടെ സാന്നിധ്യം എല്ലായിടത്തും പ്രകടമാണ്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CJP നടത്തുന്ന സമരവേദിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കേരളത്തിൽ നിന്ന് ഈ സമരത്തിനായിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറം. ഈ പ്രതിഷേധത്തിനായിട്ട് വന്നതാണ്. അതെ, ഇപ്പോൾ ഈ പരിപാടിക്കായിട്ട് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തുകൊണ്ട് ഇത് നമ്മുടെ യൂത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നിർബന്ധമായിട്ടും അതിൽ നിന്നൊന്ന് മാറിക്കാന്ന് പറയുമ്പോൾ നമുക്കും നമ്മുടെ വരുന്ന തലമുറക്കും കൂടി ഉള്ള നഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കണം. മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കയറിക്കൊണ്ട് ആരൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിനെ ആ രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ മറ്റുള്ള ആളുകളോടൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം ഇത് നമുക്കും നമ്മുടെ ഭാവി തലമുറക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഈ പോക്ക് നമ്മുടെ പിതാക്കന്മാരെ നഷ്ടപ്പെടുത്തിയ പോലെ നമ്മുടെ കാലം നമ്മളും കൂടി കഴിച്ചുകൂടാ എന്നുള്ളതുകൊണ്ട് പൊരുതുകയാണെന്നുണ്ടെങ്കിൽ പൊരുതി നേടുക എന്നുള്ളത് തന്നെ തീരുമാനം. ആ പ്രതിഷേധത്തിനായിട്ട് നിരവധി ആളുകളാണ്. എവിടെ നിന്നാണ് വന്നത്? ഞാൻ കണ്ണൂരിൽ നിന്നാണ് വന്നത്. പേരെന്താ? അർജുൻ. ഇതിനായിട്ട് വന്നതാണ്. ഇതിനായിട്ട് വന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജനറലിൽ കയറി ഒറ്റയിരിപ്പിരുന്നു. 2.5 ദിവസം 44 മണിക്കൂറിലും മേലെ ഒറ്റയിരിപ്പിരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന സമയത്ത് ആളുകൾ ഭക്ഷണം കൊടുത്തുവിട്ട അങ്ങനെ കിട്ടിയ ഭക്ഷണം കഴിച്ചു. അപ്പം 20-ാം തീയതി ഇവിടുന്ന് പുറത്ത് വന്നിട്ടുള്ള വിഷ്വലുകൾ കണ്ടിട്ട് ആണ് ഇങ്ങ് കയറിയത്. അത് തീർച്ചയായിട്ടും വേദനിപ്പിച്ച ഒരു വിഷ്വൽസ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ദിവസങ്ങളിലൊന്നായിട്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് കയറി വന്നത്. ഇവിടെ ഈ സമരം തുടരുന്ന അത്രയും ദിവസം ഇനി ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ഇവിടെയുള്ള പരിക്കേറ്റിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും പോയി കാണുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അത്രയും മോശം രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വളരെ ആവശ്യമാണ്. അപ്പം അതുവരെ ഇവിടെ തുടരാൻ തന്നെയാണ് തീരുമാനം. കൂടുതൽ ആളുകൾ നിങ്ങളെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടോ ഡൽഹിയിലേക്ക്? തീർച്ചയായും. ഇന്നിപ്പം ഒരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങോട്ട് വരുന്നത് അറിഞ്ഞിട്ട്. അവനിപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു 3-4 പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവരും കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ട്രെയിനിൽ. അപ്പോൾ നാട്ടിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് ആളുകൾ എത്താൻ വൈകുന്നത്. മലയാളികൾ ഇവിടെ ഞാനിപ്പോൾ തന്നെ എത്തിയ സമയത്ത് തന്നെ ഒരുപാട് മലയാളികളെ കണ്ടു. എല്ലാവരും ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളികൾ ഇനിയും വരും. എന്തായാലും ഈ സമരത്തോട് ഐക്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലടക്കം ഏറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സമരം അത് ഇപ്പോഴും കൊടുമ്പിരി കൊണ്ട് തന്നെ നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ യുവാക്കളായിട്ടുള്ള ആളുകൾ, രക്ഷിതാക്കളൊക്കെ തന്നെയും ഒഴുകി എത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉറപ്പാക്കുന്നത് വരെ ഈ സമരവേദിയിൽ ഇവരും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നത്. ഡൽഹിയിൽ നിന്നും ടീം മീഡിയ 1.